റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. എന്താണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് ഒരു വാല്യൂവിനെ വേറൊരു വാല്യൂവുമായി താരതമ്യം ചെയ്ത് എന്താണ് അവ തമ്മിലുള്ള ബന്ധം എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതിൽ തന്നെ ആദ്യം വരുന്നത് ഈക്വൽ ഈക്വൽ എന്ന് പറയുന്നു. എന്താണ് ഈക്വൽ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് എ ഈക്വൽ ടു ബി. അപ്പോൾ എയും ബിയും തുല്യമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 3. അപ്പോൾ നമുക്കറിയാം 10ഉം 3ഉം ഒന്നല്ല. അപ്പോൾ 10 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും ഫോൾസ് ആണ്. അതേപോലെ തന്നെ നോട്ട് ഈക്വൽ എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ ടു ആണ് വരുന്നത്. എ നോട്ട് ഈക്വൽ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൂടെ കിട്ടുന്ന ആൻസർ 10ഉം 3 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 10 നോട്ട് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ട്രൂ ആണ്. കാരണം നമുക്കറിയാം 10ഉം 3ഉം ഈക്വൽ അല്ല. അടുത്തത് എ ലെസ് ദാൻ ബി. അപ്പോൾ 10 ലെസ് ദാൻ 3 ആണോ? അല്ല. അപ്പോൾ നമുക്കവിടെ ഫോൾസ്. അതേമാതിരി എ ലെസ് ദാൻ ഈക്വൽ ടു ബി, 10 ലെസ് ദാൻ ഈക്വൽ ടു ബി. അപ്പം നമുക്ക് ഫോൾസ്. അതേമാതിരി എ ഗ്രേറ്റർ ദാൻ ബി, 10 ഗ്രേറ്റർ ദാൻ 3. അപ്പം നമുക്ക് ട്രൂ. അതേപോലെ എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി, 10 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3. അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ട്രൂ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്കവിടെ എന്താണ് നമ്മളുടെ ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ പ്രകാരം അത് ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് ട്രൂ തരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫോൾസ്.